പ്രിയമുള്ളവരെ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലേതുപോലെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഇപ്രാവശ്യം സ്ഥാനാർത്ഥിത്വം നൽകുന്ന ഒരു വ്യവസ്ഥ കോൺഗ്രസിന് ഇപ്രാവശ്യം ഉണ്ടാകില്ല. കനകോലുവിൻ്റേതുൾപ്പെടെ രണ്ടോ മൂന്നോ ഏജൻസികളുടെ സർവേ എല്ലാ മണ്ഡലങ്ങളിലും നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ റിപ്പോർട്ട് AICCക്ക് സമർപ്പിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉചിതമായ സ്ഥാനാർത്ഥി നിർണയം നടക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. നേരത്തേപോലെ ഈ ഗ്രൂപ്പ് മാനേജർമാരുടെ നിർദ്ദേശമനുസരിച്ച് അല്ലെങ്കിൽ പെട്ടി താങ്ങികൾക്കൊന്നും സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഇപ്രാവശ്യം ഉണ്ടാകില്ല. വളരെ വ്യക്തവും ശക്തവുമായ പഠനങ്ങളുടെയും അതുപോലെ ജനകീയ അടിത്തറകളുടെയും ജനകീയ പിന്തുണയുടെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും സ്ഥാനാർത്ഥി നിർണയം എന്ന് വ്യക്തമാകുകയാണ്. പ്രത്യേകിച്ചും ഓരോ മണ്ഡലങ്ങളിലും ശക്തരായ സ്ഥാനാർത്ഥികളെ, കോൺഗ്രസിന് സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ പോലും ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തുവാനാണ് പാർട്ടിയുടെ തീരുമാനം എന്ന രീതിയിൽ വിശകലനങ്ങൾക്ക് പുറത്തു വരികയാണ്. മുഖ്യമന്ത്രി മത്സരിക്കുന്ന ധർമ്മടത്തും ശക്തരായ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഷാഫി പറമ്പിലിൻ്റെ പേരാണ് ധർമ്മടത്ത് പറഞ്ഞു കേൾക്കുന്നത്. മറ്റൊന്ന് ഫർസിൻ മജീദിൻ്റെ പേരാണ്. അതുമല്ലെങ്കിൽ മട്ടന്നൂരിൽ രക്തസാക്ഷിയായ ഷുഹൈബിൻ്റെ പിതാവിൻ്റെ പേര്. ഇങ്ങനെ 3 പേരുകളാണ് ധർമ്മടത്ത് പിണറായി വിജയനെതിരെ കേൾക്കുന്നത് എന്ന ഒരു വസ്തുതയുണ്ട്. പ്രത്യേകിച്ച് ധർമ്മടത്ത് ഏറ്റവും പ്രമുഖനായ ഒരു സ്ഥാനാർത്ഥി നിർത്തുന്നതിൻ്റെ കാരണം ധർമ്മടത്ത് തന്നെ പിണറായി വിജയനെ കെട്ടിയിടുക എന്ന ഉദ്ദേശത്തോടെയാണ്. മറ്റു മണ്ഡലങ്ങളിലേക്ക് പോകുവാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുക. സ്വന്തം മണ്ഡലത്തിൽ താനൊരു കടുത്ത മത്സരം നേരിടേണ്ടി വരുമ്പോൾ മുഖ്യമന്ത്രി മറ്റു മണ്ഡലങ്ങളിലേക്ക് പ്രചരണ പരിപാടികൾ കുറയ്ക്കും. ഇതേ തന്ത്രം തന്നെയാണ് പരവൂരിൽ VD സതീശനെതിരെയും CPM പ്രയോഗിക്കുക. ഒരുപക്ഷെ CPM ആ സീറ്റ് CPയുടെ കയ്യിൽ നിന്ന് ഏറ്റെടുത്ത് അവിടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരും എന്ന് തന്നെയാണ് ആ ഭാഗത്തു നിന്നുള്ള വിശദീകരണങ്ങളും വിശകലനങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം. ധർമ്മട മണ്ഡലത്തിൻ്റെ ഒരു ഇലക്ഷൻ റിസൾട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ 2021 50,103 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രഘുനാഥിനെ പരാജയപ്പെടുത്തുന്നത്. 2016 36,905 ആയിരുന്നു ഭൂരിപക്ഷം. 2011 ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഏകദേശം 14,000-ലധികം വോട്ടുകൾ പിണറായി വിജയൻ കൂട്ടുന്നുണ്ട്. പക്ഷേ 2011 ഈ ധർമ്മട മണ്ഡലത്തിലെ ഒരു ഇലക്ഷൻ റിസൾട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന് അല്പം പ്രതീക്ഷയുണ്ട്. KK നാരായണൻ എന്ന LDF സ്ഥാനാർത്ഥി അവിടെ മമ്പറം ദിവാകരനെതിരെ വിജയിക്കുന്നത് 15,162 വോട്ടുകൾക്ക് മാത്രമാണ്. അതായത് ഒരു സാധാരണ നിയമസഭാ മണ്ഡലത്തിലെ ഇലക്ഷൻ റിസൾട്ടിനോട് അതുപോലെ തന്നെയാണ് ധർമ്മടത്തെ 2011 ഇലക്ഷൻ റിസൾട്ടും വരുന്നത്. അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിനെ പോലെ സംസ്ഥാനത്ത് സ്വീകാര്യനായ ഒരാൾ വരുന്നത് ധർമ്മട മണ്ഡലത്തിൽ കടുത്ത ഒരു മത്സരം ഇടതുമുന്നണിക്ക് നൽകുവാൻ കഴിയും എന്ന ഒരു നിഗമനത്തിൽ കോൺഗ്രസ് എത്തിച്ചേരുന്നുണ്ട്. ചിലപ്പോൾ വലിയ അട്ടിമറികളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ആ സീറ്റ് ഒരു പക്ഷേ കോൺഗ്രസിന് പിടിച്ചെടുക്കുവാനും കഴിയും എന്ന വിശകലനം കോൺഗ്രസ് നടത്തുന്നുണ്ട് എന്നാണ് വാസ്തവം. പ്രത്യേകിച്ചും ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലാത്ത ന്യൂ ജനറേഷൻ പിള്ളേരുടെ ഇടയിൽ പോലും ഒരു ആരാധന നേടിയെടുക്കുവാൻ കഴിഞ്ഞ ഒരു നേതാവാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഇടപെടലും പ്രസംഗങ്ങളുമൊക്കെ. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ തീരെ താല്പര്യമില്ലാത്ത യുവാക്കളുടെ വോട്ടുകൾ കൂടി സമാഹരിക്കാം എന്ന ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ അവിടെ പരിഗണിക്കുന്നത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. മാത്രമല്ല, അദ്ദേഹത്തിന് അവിടെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ വലിയ സ്ഥാനങ്ങൾ പാർട്ടി നൽകും. അതല്ലെങ്കിൽ അദ്ദേഹം വളരെ ചെറിയൊരു ശതമാനം മാത്രമേ സാധ്യത അവിടെ വിജയിക്കുന്നതിനുള്ളൂ. വിജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ക്യാബിനറ്റിൽ വലിയ പദവി, വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ നൽകും സംസ്ഥാന ഗവൺമെൻറ്റിൽ എന്ന ചില വിശകലനങ്ങളുമൊക്കെ വരികയാണ് ധർമ്മടത്തെ ഇലക്ഷൻ സംബന്ധിച്ച്. എന്തായാലും അവിടെ ഒരു നല്ല സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. ഒന്നുകിൽ ഷാഫി പറമ്പിൽ, അല്ലെങ്കിൽ ഫർസീൻ മജീദ്, അതല്ലെങ്കിൽ രക്തസാക്ഷിയായ ഷുഹൈബിൻ്റെ പിതാവ് എന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത്. ഈ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ധർമ്മടത്ത് 2024 ലോക്സഭാ ഇലക്ഷനിൽ ധർമ്മടത്ത് നിന്ന് നിയമസഭയിലേക്ക് LDF സ്ഥാനാർത്ഥി MV ജയരാജൻ, അദ്ദേഹം തൊട്ടടുത്ത കോൺഗ്രസ് സ്ഥാനാർത്ഥി K സുധാകരനേക്കാൾ നേടിയത് വെറും 2,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ്. കാരണം വലിയ പാർട്ടി ഗ്രാമങ്ങളൊക്കെ ഉൾപ്പെടുന്ന CPMൻ്റെ ഒരു കുത്തക മണ്ഡലത്തിൽ നിന്ന് 2,000-ലധികം വോട്ടുകൾക്ക് മാത്രമാണ് LDF സ്ഥാനാർത്ഥി, പ്രത്യേകിച്ച് MV ജയരാജനെ പോലെ കണ്ണൂർ ജില്ലയിലെ വലിയ ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള CPMൻ്റെ മുതിർന്ന നേതാവ് നേടിയത് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ വലിയ ഒരു മത്സരം നടന്നാൽ അത് കോൺഗ്രസിന് സാധ്യതകളുള്ള മണ്ഡലമാണ് എന്നൊരു നിഗമനത്തിൽ കോൺഗ്രസിനെ എത്തിക്കുന്നുണ്ട്. മാത്രമല്ല, കണ്ണൂരിൽ നിന്ന് ഇപ്രാവശ്യം K സുധാകരൻ നിയമസഭയിലേക്ക് മത്സരിക്കുന്നു എന്ന വാർത്തയും വരുന്നുണ്ട്. അദ്ദേഹത്തിന് MP എന്ന രീതിയിൽ ഇളവ് കിട്ടുന്നുണ്ട് നിയമസഭയിലേക്ക് മത്സരിക്കുവാൻ. കണ്ണൂർ നിയമസഭാ സീറ്റ് അദ്ദേഹം ഉണ്ടെങ്കിൽ മാത്രമേ പിടിച്ചെടുക്കുവാൻ കഴിയൂ എന്ന നിഗമനത്തിൽ കോൺഗ്രസ് എത്തുകയാണ്. ഒപ്പം ഈ
ധർമ്മടത്ത് നിന്ന് ഷാഫി പറമ്പിൽ കൂടി മത്സരിക്കുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയിൽ ദൂരവ്യാപകമായ ഒരു ഇഫക്റ്റ് കോൺഗ്രസിന് അനുകൂലമായി ഉണ്ടാകും എന്ന ഒരു വിലയിരുത്തൽ കോൺഗ്രസ് നടത്തുന്നുണ്ട്. കുറച്ചധികം മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുവാൻ കഴിയും എന്ന ഒരു നിഗമനത്തിൽ കോൺഗ്രസ് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കെ സുധാകരനെയും ഷാഫി പറമ്പിലിനെയും ഇപ്പോൾ കണ്ണൂർ പരീക്ഷിക്കുന്നത് എന്ന ചില നിഗമനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ റിസൾട്ടിലേക്ക് കടന്നുപോയാൽ അഞ്ചരക്കണ്ടി പഞ്ചായത്തിൽ ധർമ്മടത്തിന് കീഴിൽ വരുന്ന അഞ്ചരക്കണ്ടി പഞ്ചായത്തിൽ UDF 6, LDF 11, BJP 0 സീറ്റ് എന്ന നിലയിലാണ്. അതായത് 5 സീറ്റിൻ്റെ വ്യത്യാസം UDFും LDFും തമ്മിലുണ്ട്. ചെമ്പിലോട് വരികയാണെങ്കിൽ 10-11, UDF 10, LDF 11, BJP 0, ഒരു സീറ്റിൻ്റെ വ്യത്യാസം മാത്രമേ UDFും LDFും തമ്മിലുള്ളൂ. കടമ്പൂർ വരികയാണെങ്കിൽ 7-1 അവിടെയും വളരെ കടുത്ത മത്സരം UDFും LDFും തമ്മിൽ നടന്നിട്ടുണ്ട്. മൂപ്പിലങ്ങാടി വരികയാണെങ്കിൽ 2-11, 2 സീറ്റ് മാത്രമേ UDFിന്, 11 സീറ്റ് LDFിന്, അവിടെ വലിയ അന്തരം LDFിനുണ്ട്. പെർളശ്ശേരിയിൽ വരികയാണെങ്കിൽ 4 സീറ്റുകൾ മാത്രം UDFിന്, LDFിന് 15 സീറ്റ്, വലിയ വ്യത്യാസമുണ്ട്. ധർമ്മടത്ത് 2 സീറ്റ് മാത്രം UDFിന്, 15 സീറ്റ് LDFിന്, അവിടെ UDFിന് വളരെ വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. LDFിന് 15 സീറ്റോളമുണ്ട്, അവിടെ BJPക്ക് 3 സീറ്റാണുണ്ട്. പിണറായിൽ വരികയാണെങ്കിൽ ഒരു അബ്സല്യൂട്ടറി മെജോറിറ്റി, അവിടെ UDFിനും BJPക്കും സീറ്റൊന്നുമില്ല. 21 സീറ്റിൽ 21 സീറ്റും അവിടെ LDF നേടുന്നുണ്ട്. അതായത് ഈ ചില പഞ്ചായത്തുകളിൽ ചെമ്പിലോട് അതുപോലെ കടമ്പൂർ പഞ്ചായത്തുകളിൽ വലിയ മത്സരം കാഴ്ചവെക്കുവാൻ UDFിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് വാസ്തവമാണ് ധർമ്മടം മണ്ഡലത്തെ സംബന്ധിച്ച്. പക്ഷേ ധർമ്മടത്തും പിണറായിലുമൊക്കെ വരുമ്പോൾ വലിയ മെജോറിറ്റി LDFിനുണ്ട്. സീറ്റുകളൊന്നും UDF ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല വലിയ വോട്ടന്തരത്തിലാണ്. LDF സ്ഥാനാർത്ഥി 1000-ഉം 900 വോട്ടുകളൊക്കെ നേടുമ്പോൾ UDF സ്ഥാനാർത്ഥിക്ക് 100-120 വോട്ടുകളൊക്കെ നേടുവാൻ സാധിക്കുന്നുള്ളൂ എന്ന ഒരു വിശകലനം അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ വിജയിക്കുവാനുള്ള സാധ്യത എന്തായാലും LDFിനാണ്. പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ ഷാഫി പറമ്പിൽ വരുമ്പോൾ അവിടെ ഇഫക്റ്റുകൾ ഉണ്ടാക്കുവാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷേ കടുത്ത മത്സരത്തിനൊടുവിൽ ചില്ലറ വോട്ടുകൾക്കൊക്കെ വിജയിച്ചു വരാനുള്ള സാധ്യതയും അത് നിഷേധിക്കപ്പെടുന്നില്ല. ഇതേ സെയിം തന്ത്രം തിരുവനന്തപുരത്തും കോൺഗ്രസ് പയറ്റുന്നു എന്ന ചില വാർത്തകളും വിശകലനങ്ങളും ഒക്കെ വരികയാണ്. നേമത്ത് ശശി തരൂരിനെ പരീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലും ദൂരവ്യാപകമായ അനുകൂല ഫലങ്ങൾ കോൺഗ്രസ്സിനുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ ശശി തരൂർ കടുത്ത മത്സരത്തിന് ഇടയിൽ അവിടെ പരാജയപ്പെടുകയാണെങ്കിലും അടുത്തുള്ള മണ്ഡലങ്ങളിൽ അതിൻ്റെ രാഷ്ട്രീയ സ്വാധീനമുണ്ടാകും എന്ന രീതിയിലുള്ള ചർച്ചകൾ പുറത്തു വരികയാണ്. എന്തായാലും കോൺഗ്രസ് സംബന്ധിച്ച് വലിയ ബാലപാഠങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുന്നു എന്നത് കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് അവർക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും കടുത്ത മത്സരം തന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഒരു ലീഡ്, അതുപോലും ഒരു 85 സീറ്റുകൾ മാത്രമാണ് ലീഡുകൾ കാണിക്കുന്നത്. പക്ഷേ CPM വളരെ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കേഡർ സ്വഭാവമാണ് CPMൻ്റേത്. അതിനെ അതിജീവിക്കണമെങ്കിൽ കടുത്ത മത്സരം തന്നെ, അല്ലെങ്കിൽ എല്ലാ മണ്ഡലങ്ങളിലും ബാലപാഠം ചെയ്തുകൊണ്ടുള്ള മത്സരം തന്നെ മുതലാകൂ എന്ന ഒരു നിലയിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും വലിയ ഒരു തെരഞ്ഞെടുപ്പ് നിരീക്ഷണമായി പുറത്തു പറയാനുള്ളത്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ്. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.